ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവർക്കും ദോഷകരമായ ചില അവസ്ഥകൾ ഉണ്ട്. വ്യാഴത്തിൻ്റെ 9ാം ഭാവത്തിലെ അനുകൂല സ്ഥിതി മാത്രമാണ് ഇവർക്ക് ഗുണകരമായിട്ട് കാണുന്നത്. 2ാം ഭാവത്തിലെ കേതുവിൻ്റെ സഞ്ചാരവും അതുപോലെ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്ന രാഹുവും ദോഷമാണ് കൂടുതലും കാണിക്കുന്നത്. അതുപോലെ തന്നെ കണ്ടകശനിയുമുണ്ട്. അപ്പോൾ 7ഉം 8ഉം മോശഗ്രഹങ്ങൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനും തങ്ങളുടെ പ്രതിഷ്ഠയ്ക്ക് മങ്ങലേൽക്കുന്ന വിധമുള്ള ചില ദോഷകരമായ പെരുമാറ്റങ്ങൾ കുടുംബത്തിലായാലും അല്ലെങ്കിൽ സഹപ്രവർത്തകർക്കിടയിലായാലും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയോടായാലും കാണിക്കേണ്ടി വരുമെന്നൊരവസ്ഥ വരുന്നുണ്ട്. അവരിൽ നിന്നും നീരസമുണ്ടാവുകയോ കലഹമോ അഭിപ്രായ വ്യത്യാസമോ അവരിൽ നിന്ന് അകന്നു നിൽക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായേക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ നക്ഷത്രക്കാർ എന്താണോ പറയുന്നത് ആ അർത്ഥത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നില്ല കേൾക്കുന്നവരും ഇടപെടുന്നവരുമൊന്നും. അതുകൊണ്ട് വാക്കുകൾ അങ്ങേയറ്റം സൂക്ഷിച്ച് ഏറ്റവും കൃത്യതയോടുകൂടി ഉപയോഗിക്കുക. ലഹരി പദാർത്ഥങ്ങൾക്കോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഹാലുസിനേഷൻ മൂഡിലോ ഒന്നും പ്രവേശിക്കാതിരിക്കാൻ പരമാവധി നോക്കുക. ബോധമാണ് ഈശ്വരൻ എന്ന തത്വത്തെ മുറുകെ പിടിക്കുക. ബോധത്തെ എപ്പോഴും ഉണർവോടുകൂടി നിർത്താൻ ശ്രമിക്കുക ചിങ്ങക്കൂറുകാർ എന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് ഇപ്പോൾ അനുകൂല സ്ഥിതി എന്ന് പറയുന്നത് വലിയ ഒരു പ്രശ്നമൊന്നും സംഭവിക്കില്ലെങ്കിലും സാമ്പത്തികമായ നേട്ടം കാണുന്നുണ്ട്. കടബാധ്യതയിൽ നിന്നും മോചനം, അതുപോലെ ഉദര രോഗങ്ങളിൽ നിന്നും മോചനം കാണുന്നു. തങ്ങളോട് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ ഭിന്നത ഉള്ളവർ ആഴ്ചയുടെ മധ്യഭാഗത്തിന് ശേഷം, അതായത് ആഴ്ചയുടെ 2ാം പകുതിക്ക് ശേഷം കൂടുതൽ ഇഷ്ടത്തോടു കൂടി തിരിച്ചു വരുമെന്നും കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 17, 18, 19 നല്ല ദിവസങ്ങളാണ്.